എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് കുറിച്ചിട്ട് പല സ്റ്റുഡൻസും പാരൻസും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ജോലി സാധ്യത എന്താണ്? ഏതൊക്കെ മേഖലകളാണ് വർക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇൻസൈറ്റ് 360യുടെ എല്ലാ സോഷ്യൽ മീഡിയ ചാനൽസും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ലോകത്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മലിനീകരണം അല്ലെങ്കിൽ ജലക്ഷാമം, മാലിന്യ സംസ്കരണം, കാലാവസ്ഥ മാറ്റം എന്നിവയെല്ലാം തന്നെ മനുഷ്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന വെല്ലുവിളികൾ ഒന്നു തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായും പ്രായോഗികവുമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക പ്രധാന മേഖലകൾ ഒന്നാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇതൊരു സാധാരണ എഞ്ചിനീയറിംഗ് കോഴ്സ് മാത്രമല്ല, ഇത് ഭൂമിയുടെ ആരോഗ്യവും മനുഷ്യജീവിത നിലവാരവും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണിത്. അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്താ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, സാമൂഹ്യശാസ്ത്രം എന്നിവയുടെ ഒരു സംയോജനമാണ്. ഈ മേഖലയിലെ പ്രൊഫഷണലുകൾ ചെയ്യുന്നത് മലിനജലത്തെ ശുദ്ധമാക്കുക അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെന്റ്, വായു മലിനീകരണം നിയന്ത്രിക്കല്, അതുപോലെ ശുദ്ധജല വിതരണം ഉറപ്പാക്കല്, പരിസ്ഥിതി സൗഹൃദ നഗരങ്ങൾ രൂപപ്പെടുത്തല്. ലളിതമായി പറഞ്ഞാൽ മനുഷ്യ വികസനവും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബാലൻസിങ് നിലനിർത്തുന്ന ഒരു ശാസ്ത്രമാണ് ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ പല മേഖലകളിലും നിങ്ങൾക്ക് ജോലി ലഭിക്കും. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സുകളിൽ, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ, എൻവയോൺമെന്റൽ കൺസൾട്ടൻസികൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സുകളിൽ, കൺസ്ട്രക്ഷൻ ആൻഡ് അർബൻ പ്ലാനിങ്ങിൽ ഒരേ ഒരു മേഖലയായിട്ട് ഒതുങ്ങാതെ പല മേഖലകളിലേക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ മികച്ച ശമ്പളവും സ്ഥിരതയും ഈ മേഖലയിലെ ജോലികൾക്ക് നല്ല ഡിമാൻഡ്സുകളുണ്ട്. എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ സാലറി ലെവലും മാറിക്കൊണ്ടിരിക്കും. സമൂഹത്തിനും സേവനം ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇപ്പൊ നിങ്ങളുടെ ജോലി നേരിട്ട് രോഗങ്ങൾ കുറയ്ക്കുകയും ശുദ്ധജലങ്ങൾ നൽകുകയും അതുപോലെ നഗരങ്ങളുടെ ആരോഗ്യകരമാക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ജോബ് മാത്രമല്ല, ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷനും കൂടിയാണ്. ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ലോകമെമ്പാടും ഉള്ളതിനാൽ വിദേശ ജോലികൾ ലഭിക്കുകയും ഇന്റർനാഷണൽ പ്രോജക്ട്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചസ് സൊല്യൂഷൻസിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന വലിയൊരു പ്രശ്നം നേരിടാൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ പങ്ക്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് മേഖലയിൽ പ്രധാന വിദഗ്ധരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജി ഓഫ് പ്ലാനിങ്, അതായത് വേസ്റ്റ് എത്ര ഉണ്ടാകുന്നു എന്ന് വിലയിരുത്തൽ, അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് മനസ്സിലാക്കൽ, റെഡ്യൂസ് ചെയ്യുക, അതായത് വേസ്റ്റ് കുറയ്ക്കാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ റീസൈക്ലിംഗ് സിസ്റ്റം വികസിപ്പിക്കൽ, അതുപോലെ നമുക്ക് വേസ്റ്റ് ടു എനർജി സിസ്റ്റം, മോഡേൺ റീസൈക്ലിംഗ് പ്ലാന്റുകൾ, അതുപോലെ മലിനജലം ശുദ്ധമാക്കുന്ന പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കൽ അവയർനെസ് കൊടുക്കൽ, ജനങ്ങളെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ ബോധവൽക്കരിക്കുക. കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വളരെ വളർച്ച ഓരോ ഡേ ബൈ ഡേ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ എൻവയോൺമെന്റ് അനലിറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. വാട്ടർ ക്വാളിറ്റി ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ പ്രോജക്ട് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റ് കൺസൾട്ടന്റ്, അതുപോലെ തന്നെ പ്രോജക്ട് മാനേജർ, പ്രിൻസിപ്പൽ ഓഫ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. സേഫ്റ്റി മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം. അതൊരു ടോപ്പ് ഓഫ് ദ ലെവലിൽ പോവുകയാണെങ്കിൽ ഒരു ചീഫ് എൻവയോൺമെന്റൽ ഓഫീസറായിട്ട്, ചീഫ് സസ്റ്റൈനബിലിറ്റി ഓഫീസറായിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയുടെ സിഇഒ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. മികച്ച കോളേജസുകൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കോളേജസ്, IITs അല്ലെങ്കിൽ NITsകൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകളിലെ ബിറ്റ്സ് പിലാനി, അതുപോലെ VIT വെല്ലൂര്, മണിപ്പാൽ യൂണിവേഴ്സിറ്റി. സ്പെഷ്യലൈസേഷൻ നമുക്ക് ഇതിനകത്ത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലൊക്കെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാം. അതുപോലെ എയർ പൊല്യൂഷൻ കൺട്രോളിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, എൻവയോൺമെന്റ്, ബയോടെക്നോളജി, ഇവിടെയെല്ലാം നമുക്ക് ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു നോർമൽ കുറേ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. കോഴ്സ് സ്കോപ്പ് മനസ്സിലാക്കാതെ തിരഞ്ഞെടുക്കലാണ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. രണ്ടാമത്തെ, കോളേജ് റെക്കഗ്നൈസേഷൻ പരിശോധിക്കാതെ അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ എൻട്രൻസ് എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്സുകൾ നിങ്ങൾ മിസ് ചെയ്യുന്നത്. ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസൈറ്റ് 360 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരു ഗവൺമെന്റ് റെക്കഗ്നൈസേഷൻ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷൻ ഗൈഡൻസ് തരാനും അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാംസുകളുടെ അലേർട്സ് പ്രോപ്പറായിട്ട് നിങ്ങളിൽ എത്തിക്കാനും, CSR ഫണ്ട് ത്രൂ ഉള്ള സ്കോളർഷിപ്സുകളുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് അതിനുള്ള CSR സ്ലോട്ട് ബുക്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിന്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് എത്തിക്കുകയും
അതുപോലെ അഡ്മിഷൻ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് വഴി ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360 മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.